വ്ളോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഇൻട്രോയിൽ തന്നെ അമ്മയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ തമ്മിൽ കണ്ട പോലെ തന്നെ ഞങ്ങൾ ഇന്ന് വെഡ്ഡിങ് ഷോപ്പിങ്ങിന് പോവാണ്. സഞ്ജുവിൻ്റെ അനിയൻ്റെ കല്യാണമാണ്. ഡേറ്റ് ഒന്നും ഞാൻ എന്തായാലും വീഡിയോയിൽ പറയുന്നില്ല. വഴിയെ ഞങ്ങൾ ഓരോരോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനി വരുന്നതാണ് വ്ളോഗിൽ. പിന്നെ നമ്മൾ ആദ്യം കുത്താമ്പള്ളിയിൽ പോകണമെന്നാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്നലെ രാത്രി വരെ അതാണ് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ലാസ്റ്റ് ടൈമിൽ ഞങ്ങൾ മാറ്റി ഷോബിഗയിലേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ. അവിടെ ചെന്ന് നമുക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് എടുക്കും, ഇല്ലെങ്കിൽ കുത്താമ്പള്ളിക്ക് പോകുന്നതാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. എന്തായാലും ഞങ്ങൾ പോയി നോക്കട്ടെ. അപ്പോൾ സഞ്ജുവേട്ടനുണ്ട്, സഞ്ജുവേട്ടൻ്റെ അനിയനുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഇപ്പം ഇറങ്ങിയിട്ടുണ്ട്. രാവിലെ ഒരു 7:30 ആയി പിന്നെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി പോകുന്ന വഴിക്ക് വേണം ദേവുവിനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ദേവും കൂടെ വന്നിട്ട് കാണാം. നമ്മളെ വീട്ടിൻ്റെ അവിടുന്ന് ഒരു 15 മിനിറ്റ് കഷ്ടിച്ച് ദൂരമുള്ളൂ കേട്ടോ ദേവുവിൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ആദ്യമേ നമ്മൾ ഷോപ്പിൽ ചെന്നാൽ അധികം തിരക്കാവുന്നതിന് മുന്നേ നമുക്ക് സാധനങ്ങളൊക്കെ നോക്കി വെക്കാം, ഇല്ലെങ്കിൽ തന്നെ വേറെ നെക്സ്റ്റ് ഓപ്ഷനിലേക്ക് അധികം വൈകാതെ തന്നെ പോകാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ദേവുവിനെ പിക്ക് ചെയ്തിട്ടുണ്ട്. നല്ല സുന്ദരി കുട്ടിയായി റെഡിയായി. ഇതെന്താ പ്രത്യേകത? ഇവരൊക്കെ വീഡിയോ സംസാരിക്കുന്നത് എനിക്ക് അറിയില്ല കേട്ടോ. ഞങ്ങളെ സംസാരിപ്പിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്തായാലും അവിടെ എത്തിയിട്ട് കാണാം ഗായ്സ്. അവിടെ എത്തുന്ന വരെ ഞങ്ങൾ ഫുൾ പ്ലാനിങ്ങിലായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. എന്തൊക്കെ സാധനങ്ങളാണ്, എങ്ങനത്തതൊക്കെയാണ് എടുക്കേണ്ടത്, കല്യാണ സാരി എങ്ങനത്തതാണ്, റിസപ്ഷൻ എങ്ങനത്തെയാണ്, അങ്ങനത്തെ ഫുൾ പ്ലാനും പദ്ധതിയോട് കൂടിയാണ് പോയിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഒരു ഏകദേശം 8:30 സമയത്തേക്ക് ഇവിടെ എത്തി ഗായ്സ്. പക്ഷെങ്കിൽ ശോഭിക തുറന്നിട്ടില്ല. അതുകൊണ്ട് ഞങ്ങളൊരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. നേരത്തെ ആയിപ്പോയി ഞങ്ങൾ വന്നത്. നമ്മുടെ ആത്മാർത്ഥതയുടെ കൂടുതൽ കാരണം വളരെ നേരത്തെയാണ് ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. ചായ കുടിച്ചിട്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇവിടെയൊക്കെ നോക്കി നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ തുറക്കാൻ വേണ്ടിയിട്ട്. ആക്ച്വലി 9 മണിയൊക്കെ കഴിഞ്ഞിട്ട് അവിടെ എത്തിയാൽ മതിയായിരുന്നു. പക്ഷേ ഞങ്ങൾ വളരെ നേരത്തെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എത്തിച്ചെന്ന് നേരെ നമ്മൾ വെഡ്ഡിങ് സെക്ഷനിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. ആക്ച്വലി തലേ ദിവസം പെരുന്നാളായതുകൊണ്ട് തന്നെ ഷോപ്പിക്കൊക്കെ ക്ലോസ് ആയിരുന്നു. നമ്മൾ പെരുന്നാളിൻ്റെ പിറ്റേ ദിവസമാണ് കേട്ടോ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഫുൾ പവർ ഓഫ് ചെയ്തിട്ടായിരുന്നു ഷോപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ എല്ലാം ലൈറ്റുകൾ വരെ ഞങ്ങൾ കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് ഓണാക്കിയിട്ടുണ്ടായിരുന്നത്. എല്ലാം സെറ്റ് ചെയ്ത് നിൽക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. സ്റ്റാഫൊക്കെ ചേച്ചിമാരൊക്കെ വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ കല്യാണ സാരി സെക്ഷനിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. എനിക്കാണെങ്കിൽ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. എന്തൊക്കെയാണിത് കാണാൻ വേണ്ടിയിട്ടും എങ്ങനത്തെ മോഡലാണ് എടുക്കുന്നതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫുൾ നമ്മൾ തപ്പിത്തറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി കല്യാണ സാരി വളരെ പെട്ടെന്ന് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 10-15 മിനിറ്റ് കൊണ്ട് ടപ്പേന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ കല്യാണ സാരി സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മുടെ മനസ്സിലൊരു റെഫറൻസ് ഉണ്ടായിരുന്നു. ഒരു ഓപ്ഷൻ എയും ബിയും ഉണ്ടായിരുന്നു. അതിൽ ഓപ്ഷൻ എ നമ്മൾ തൽക്കാലം അങ്ങോട്ട് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, വേണ്ടാന്ന് വെച്ചു. കാരണം ആ മോഡൽ എടുത്തു നോക്കുമ്പോൾ ഞങ്ങൾക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അത് ഉദ്ദേശിച്ചതൊരു വൈറ്റും റെഡ് ബോർഡറൊക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ വേറൊരു സാരിയാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അതാണെങ്കിൽ ഒറ്റ നോടെ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. എടുത്തു നോക്കുമ്പോൾ അതിലേറെ ഭംഗിയുണ്ടായിരുന്നു സംഭവം കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചിട്ട് വേറെ പല സാരികളും ഞങ്ങൾ നോക്കുന്നുണ്ട് കേട്ടോ. നല്ലത് കിട്ടുക, അതിലേറെ നല്ലത് കിട്ടുകയാണെങ്കിൽ എടുക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. ഈ ഒരു വൈറ്റ് ആൻഡ് പർപ്പിൾ കളർ സാരിയിൽ അത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ദേവ് ഓൾറെഡി വന്നപ്പോൾ വൈറ്റ് എടുക്കണം എന്ന് പറഞ്ഞിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അത് ജസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ നമ്മൾ വേണ്ടാന്ന് വെച്ചുകൂടാ ലാസ്റ്റ് ടൈം ആയപ്പോഴേക്കും. സത്യം പറഞ്ഞാൽ പല സാരികൾ ഈ വീഡിയോയിൽ ഇപ്പോൾ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ട്. അന്ന് അത്ര രസം നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. നമ്മളൊക്കെ കഷ്ടിച്ചൊരു 3 സാരി അങ്ങാണ്ട് ദേവുവിന് ഉടുത്തു നോക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോഴേക്കും ആൾക്ക് ഇഷ്ടപ്പെട്ട സാരി കിട്ടിയിട്ടുണ്ടായിരുന്നു. നമുക്ക് എല്ലാവർക്കും അതും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നമ്മളെല്ലാവരും ദേവുവിൻ്റെ ഇഷ്ടമാണ് കേട്ടോ നോക്കിയിട്ടുണ്ടായിരുന്നത്. അവൾ ഉടുപ്പിച്ച് നോക്കുമ്പോൾ അവളുടെ ഫേസ് തെളിഞ്ഞിട്ടുണ്ടോ, അവൾ ഹാപ്പി ആണോ, അങ്ങനത്തെ കാര്യമാണ് ഞങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എല്ലാവരും കൂടെ നോക്കി ഒരു 3 സാരി സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ദേവുവിനെ ഉടുപ്പിച്ച് നോക്കിയിട്ട് ഏതാ ബെറ്റർ നോക്കിയിട്ട് എടുക്കാന്നുള്ള പ്ലാനായിരുന്നു. അപ്പോൾ അവിടെ ചേച്ചിമാരെ പ്ലീറ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഞാൻ വെറുതെ നിൽക്കുകയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ റിസപ്ഷൻ്റെ ഡ്രസ്സൊക്കെ ഒന്ന് പോയി നോക്കി നടക്കുമായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചേച്ചിക്ക് എൻ്റെ ചേച്ചീൻ്റെ കല്യാണത്തിന് ഇതുപോലെ ഡ്രസ്സ് എടുക്കാൻ വന്നപ്പോൾ ഞാൻ അങ്ങനെ തന്നെ തപ്പി തന്നെ നടക്കുമായിരുന്നു. അപ്പോൾ ഒരുപാട് ഡ്രസ്സ് ഉണ്ട് കേട്ടോ, പല മോഡലിലെ ഡ്രസ്സ് ഉണ്ട്. അതായത് എല്ലാ ടൈപ്പുള്ളതുകൊണ്ട് കേട്ടോ. നമ്മൾ ക്രിസ്ത്യൻ ബ്രൈഡോ ഹിന്ദു ബ്രൈഡോ മുസ്ലിം ബ്രൈഡോ അങ്ങനത്തെ എല്ലാ ടൈപ്പുള്ളവർക്കുള്ള ഡ്രസ്സുകളുണ്ട്. പിന്നെ ഏറ്റവും എടുത്തു പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ല അഫോർഡബിൾ പ്രൈസ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. എല്ലാവർക്കും എടുക്കാൻ പറ്റും. നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഐറ്റംസും ഉണ്ട്, അതുപോലെ തന്നെ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഐറ്റംസും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ നോക്കുന്നത് ഭയങ്കര വെയിറ്റ് ആണ് കേട്ടോ. ഇതിനൊക്കെ എങ്ങനെ ഇട്ട് നടക്കുന്നതാണ് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. ഫുൾ ഹെവി വർക്കുള്ള ഒരു ലെഹങ്ക സെറ്റാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ
വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ളൊരു കളറും. വീഡിയോയിൽ നിങ്ങൾക്ക് എത്രമാത്രം ഇത് മനസ്സിലാവുന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അതാണ് ഞാൻ അതിനെ ചുറ്റിപ്പറ്റിങ്ങ് നിന്ന് അതിൻ്റെ റേറ്റൊക്കെ നോക്കി, പക്ഷെ കണ്ടില്ല, അതിൻ്റെ അടിയിൽ ശരിക്കും കാണുന്നില്ല. അത് വലിച്ചു പൊക്കി നോക്കാനുള്ള ആരോഗ്യം എനിക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഭയങ്കര സിമ്പിളാണ്, ആക്ച്വലി വലിയ റേറ്റ് ഇല്ല കേട്ടോ. അതിന് 4000 അങ്ങനെ എന്തോ തോന്നുന്നു, എനിക്ക് ഞാൻ മറന്നുപോയി, ഓർമ്മയില്ല എനിക്ക്. പിന്നെ നമ്മൾ ബ്രൈഡ് മെയ്ഡ്സിനും അതുപോലെ തന്നെ ബ്രൈഡ്സിൻ്റെ സിസ്റ്റേറിനും അങ്ങനെയൊക്കെ പറ്റിയ ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഞാൻ അതിൻ്റെ റേറ്റൊക്കെ തപ്പിത്തരുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ആദ്യം വിചാരിച്ചത് ഈ ഒരു സാരി എടുക്കാനാണ്. ഇതൊരു പിങ്കാണ്, ഒരു ബേബി പിങ്ക് ഗോൾഡൻ മിക്സഡ് ഒരു സാരിയാണ്. പിന്നെ ഒരു ഡാർക്ക് ഒരു പർപ്പിളോ അങ്ങനത്തെ എന്തോ ഒരു ബോർഡറാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് ആദ്യം നോക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. ദേവുവിനും ഭയങ്കര ഇഷ്ടമായി, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ടിഷ്യൂ സിൽക്ക് സാരി വേണമെന്നാണ് കേട്ടോ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ്, അപ്പോൾ ആൾ പ്രത്യേകം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ടിഷ്യൂ സിൽക്കിൻ്റെ സാരി വാങ്ങിച്ചാൽ മതി, അതാകുമ്പോൾ പ്രീ പ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ബ്രൈഡിനെ ഉടുപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ എളുപ്പമായിരിക്കും, നല്ല നീറ്റായിട്ട് സാരി ഇരിക്കും എന്ന് പറഞ്ഞിട്ട് ആ ഒരു മെറ്റീരിയലാണ് നമ്മൾ നോക്കി വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ ഈ ഒരു പിങ്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഉടുത്ത് നോക്കുകയാണ് കേട്ടോ സംഭവം. അപ്പോൾ ആക്ച്വലി ഇത് ഉടുത്ത് കഴിഞ്ഞപ്പോൾ ഓക്കെ ആയിരുന്നു, ഭംഗിയുണ്ടായിരുന്നു. പക്ഷെങ്കിൽ പിന്നെ വേറെ ഏതെങ്കിലും നോക്കാം, ഒന്നും കൂടി വേറൊരു ഓപ്ഷൻ നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വേറൊരു സാരി നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഉടുപ്പിച്ചത് കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരുന്നു, പക്ഷെ ഞങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ച അത്ര ഒരു രസം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. നോർമൽ ഒരു ബേബി പിങ്ക് ആണ് കേട്ടോ ഉണ്ടായിരുന്ന ഷെയ്ഡ്. രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഉടുത്തിങ്ങനെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. എത്ര പെട്ടെന്ന് ആക്ച്വലി ഇവരുടെ കല്യാണം ആയിട്ടുണ്ടായിരുന്നത്. കണ്ണടച്ച് തുറക്കുന്നതിന് മുന്നേ കല്യാണം ആയി എന്ന് വേണമെങ്കിൽ പറയാം. എൻഗേജ്മെൻറ്റിൻ്റെ പർച്ചേസൊക്കെയാണ് ആക്ച്വലി എനിക്കിപ്പോൾ ഈ ഒരു ടൈമിലൊക്കെ ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. ടപ്പേന്ന് പറഞ്ഞിട്ട് കല്യാണം ആയിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഞങ്ങളുടെ കല്യാണമായിരുന്നു കേട്ടോ ആദ്യം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് ഞങ്ങളെ കല്യാണം നടത്തണം എന്നായിരുന്നു, പക്ഷേങ്കിൽ എൻ്റെ അമ്മയ്ക്ക് ലീവ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അമ്മയ്ക്കൊരു ഓഗസ്റ്റ് ആ ടൈമിലേക്ക് ലീവ് ഉള്ളൂ, അതുകൊണ്ട് തന്നെ ഒരു സെപ്റ്റംബർ ആ ടൈമിലേക്കൊക്കെ ആയിരിക്കും ഞങ്ങളുടെ കല്യാണം ഉണ്ടാവുക. അപ്പോൾ ദേവുവിൻ്റെ ആദ്യം അത് കഴിഞ്ഞിട്ട് വെക്കണം എന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേങ്കിൽ പെട്ടെന്ന് ദേവുവിൻ്റെ വീട്ടിലൊക്കെ കല്യാണം നേരത്തെ വേണമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മൾ ഏപ്രിലേക്ക് അവരുടെ കല്യാണം ഫിക്സ് ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഏട്ടൻ്റെ കല്യാണം ഫസ്റ്റ് കഴിയാതെ അനിയൻ്റെ കല്യാണം ഫസ്റ്റ് നടക്കുന്നത്. ആ ഒരു റീസൺ കൊണ്ടാണ്. പിന്നെ ആകെ ഒരു 4-5 മാസത്തെ കാര്യമല്ലേ ഉള്ളൂ, അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് ഞാനും സഞ്ജുവേട്ടനും കരുതി. ആദ്യം കേട്ട ടൈമിൽ എനിക്ക് ഭയങ്കര വിഷമമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കരുതി സാഹചര്യം അങ്ങനെയാണല്ലോ, അഡ്ജസ്റ്റ് ചെയ്തല്ലേ പറ്റൂ. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഓക്കെ ആണ്. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, ചേച്ചീൻ്റെ വെഡ്ഡിങ്ങിൻ്റെ റിസപ്ഷൻ്റെ ഡ്രസ്സ് ഏകദേശം സെയിം കളറും സെയിം വർക്കുമാണ്, ചെറിയ വ്യത്യാസമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ കരുതി ഇപ്പോഴും സ്റ്റിൽ ആ ഒരു മോഡൽ നടക്കുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊക്കെ നമ്മളുടെ അത്യാവശ്യം നല്ല അഫോർഡബിൾ റേഞ്ചിലുള്ള സാധനമാണ് കേട്ടോ. ഇത് നമ്മളെ ബ്രൈഡ് മെയ്ഡ്സിനായിക്കോട്ടെ, ബ്രൈഡിൻ്റെ സിസ്റ്ററിനായിക്കോട്ടെ, ബ്രൈഡിനായിക്കോട്ടെ എല്ലാവർക്കും ഒരുപോലെ വെയർ ചെയ്യാൻ പറ്റുന്ന ഐറ്റമാണ്. നമ്മൾ സിമ്പിൾ ചെറിയ ഫംഗ്ഷനൊക്കെ ആണെങ്കിൽ ബ്രൈഡിന് അത് എടുത്താൽ മതി, കാരണം പിന്നെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനത്തെ ഒക്കെ എടുക്കുകയാണെങ്കിൽ അത് ക്യാരി ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. സ്കേർട്ടിലൊന്നാമത് ഹെവി വർക്കില്ലാത്തത് കൊണ്ട് തന്നെ നല്ല എളുപ്പത്തിൽ നമുക്ക് ഇട്ടിട്ട് നടക്കാൻ പറ്റൂട്ടോ. മറ്റേതൊക്കെ ഹെവി വർക്കുള്ളതാണെങ്കിൽ ഭയങ്കര പ്രയാസമാണ്. ഒന്നാമത് ബ്രൈഡ്സൊക്കെ രാവിലെ മുതൽ കല്യാണം കഴിഞ്ഞ് ക്ഷീണിച്ച് നിൽക്കുമ്പോഴായിരിക്കും വൈകുന്നേരം റിസപ്ഷൻ വെക്കുക. അപ്പോൾ ഇത്രയും ഹെവി ഒരു സാധനം നമ്മൾ ഏറ്റിപ്പിടിച്ച് നടക്കുക എന്നുള്ളത് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. അപ്പം അങ്ങനത്തെ ആളുകൾക്കൊക്കെ ആണെങ്കിൽ അങ്ങനത്തെയൊക്കെ ഡ്രസ്സ് എടുത്താൽ പറ്റുമോ. ആദ്യം ഹെവി അല്ലാത്ത സിമ്പിളായിട്ടുള്ള എന്നാൽ കാണാൻ നല്ല ഭംഗിയുള്ള ഐറ്റമാണ്. അപ്പോൾ ഇത് നെക്സ്റ്റ് നമ്മളൊരു സാരി ഉടുപ്പിച്ച് നോക്കിയിട്ടുള്ളതായിരുന്നു. ഇത് നമുക്ക് സ്റ്റിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുള്ള സാരിയാണ്. ദേവിന് എല്ലാ സാരി നന്നായിട്ട് ചേരും. ആക്ച്വലി ദേവ് സാരി ഉടുത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല, പക്ഷേങ്കിൽ അത്യാവശ്യം അവൾക്ക് സാരിയൊക്കെ നന്നായിട്ട് ഇണങ്ങുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. എല്ലാം ചേരുന്നുണ്ട് അവൾക്ക്, ഡ്രസ്സൊക്കെ സാരിയൊക്കെ നല്ല നീറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. പേഴ്സണലി എനിക്ക് സാരി ചേരുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. എനിക്ക് സാരി ഉടുക്കുന്നത്, എന്നെ സാരി ഉടുക്കുന്നത് ഇഷ്ടമേ ഉള്ള കാര്യമല്ല. എന്നോട് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, സഞ്ജുവണ്ണ അനിയൻ്റെ കല്യാണത്തിന് സാരി ഉടുക്കുക. അവിടുത്തെ അമ്മയും സഞ്ജുവണ്ണൊക്കെ ആണെങ്കിൽ സാരി ഉടുക്കുക എന്ന് പറഞ്ഞിടയ്ക്കുന്നു. അതുപോലെ തന്നെ സഞ്ജുവണ്ണ അനിയനൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെങ്കിൽ എനിക്ക് ഇഷ്ടമേ അല്ല കേട്ടോ സാരി ഉടുക്കുന്നത്. എനിക്കറിയില്ല, എനിക്ക് സാരി ഉടുത്ത ഒരു ഭംഗിയായിട്ട് തോന്നുന്നില്ല. എൻ്റെ അമ്മയും എന്നെ സാരി ഉടുക്കാൻ ജന്മം ചെയ്താൽ സമ്മതിക്കാത്ത ആളാണ്. അമ്മ പറയും, പിള്ളേരെ നിങ്ങൾ സാരി ഉടുക്കണ്ട, വല്ല ധാവണിയോ സ്കേർട്ടും ടോപ്പോ ഒക്കെ ഇട്ടാൽ മതി എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ പെണ്ണിൻ്റെ കല്യാണ സാരി സെലക്ട് ചെയ്തു. പിന്നെ നേരെ പോയിട്ട് ചെറുക്കൻ്റെ ഡ്രസ്സ് എടുക്കാനാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ദേവുവിൻ്റെ സാരിക്ക് ഏകദേശം മാച്ചായ ആ ഗോൾഡൻ കളർ വരുന്ന ടൈപ്പ് കുർത്തിയാണ് കേട്ടോ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷെങ്കിൽ കുറേയൊക്കെ നോക്കി ആൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റം അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അവിടുത്തെ സ്റ്റോക്കൊക്കെ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി സ്റ്റോക്ക് നെക്സ്റ്റ് വീക്ക് എങ്ങാണ്ട് വരുള്ളൂ എന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവിടുന്ന് നമുക്ക് പയ്യൻ്റെ ഡ്രസ്സ് കിട്ടാത്തതുകൊണ്ട് തന്നെ വേറൊരു ഷോപ്പിലേക്ക് പോയി നോക്കാം. ആദ്യം ദേവുവിന് ഇവിടുന്ന് എടുക്കേണ്ട കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പോകാമെന്നാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിറ്റേ ദിവസം കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം അമ്പലത്തിലേക്ക് ഇടാനുള്ള ഒരു സാരി വാങ്ങാനാണ് ഞങ്ങൾ നിൽക്കുന്നത്. എനിക്കാണ് ഇതിനെപ്പറ്റി വലിയ ഐഡിയ
കാര്യങ്ങളൊന്നും ഇല്ല. സെറ്റ് സാരി ടിഷ്യൂ സെറ്റ് സാരിയാണ് എനിക്ക് പൊതുവെ ഇഷ്ടം. അപ്പോൾ അവർ രണ്ടാളും കൂടെ മെയിനായിട്ട് നോക്കിക്കൊണ്ടിരിക്കാണ്ട് എനിക്കിതിനെപ്പറ്റി വലിയ അറിവ് കാര്യങ്ങളൊന്നുമില്ല. ഞാൻ വലിയ കാലത്ത് ഇത് വേണ്ട എന്ന് പറഞ്ഞ സാരിയാണ് അപ്പം ചേച്ചി എടുത്ത് തന്നത്. എൻ്റെ വിചാരം ഫുൾ ബോഡിയിൽ ആ വർക്കാണെന്നാണ്. അതുകൊണ്ട് കണ്ടുപടം ഞാനിത് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോഴാണ് ചേച്ചി പറഞ്ഞത് മുന്താണിലുള്ള വർക്കാണ് മോളെ, ബോഡിയിൽ അങ്ങനെയല്ല വർക്ക് എന്നുള്ളത്. പിന്നെ ഞാനൊന്നും മിണ്ടാൻ പോയില്ല. എൻ്റെ കിളി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ സാരി ഉടുക്കുന്നത് എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് തന്നെ സാരിനെ പറ്റി വലിയ ഐഡിയ കാര്യങ്ങളും ഇല്ല, എങ്ങനെയാണ് എന്താണെന്നുള്ളതും ഇല്ല കേട്ടോ. അതുകൊണ്ട് അവർ രണ്ടാളും കൂടെ സെറ്റ് സാരി നോക്കിക്കൊണ്ടിരിക്കുക. നല്ല ഭംഗിയുള്ളൊരു സാരിയാണ് രണ്ടാളും കൂടെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനൊരു പ്രിൻറ്റഡ് എന്തെങ്കിലും ഇപ്പോഴത്തെ പ്രിൻറ്റഡ് ബ്ലൗസ് പോലെ എന്തെങ്കിലും എടുക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ താഴെ ഇവിടുന്ന് എടുത്തിട്ട് താഴെ പോയിട്ട് മെറ്റീരിയൽ ബ്ലൗസിനുള്ളതും കൂടെ മുറിക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നെക്സ്റ്റ് എടുക്കുന്നത് വിരുന്നിനുള്ള സാരിയാണ്. അപ്പോൾ ദേവുവിന് വിരുന്നിനിടാൻ വേണ്ടിയിട്ട് പിറ്റേ ദിവസം വിരുന്നിന് അവരുടെ വീട്ടിൽ വിരുന്നുണ്ടാകുമല്ലോ. അപ്പോൾ അതിന് അവൾക്ക് ഇതുപോലത്തെ ഫാൻസി സാരി വേണമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാരി കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. ഒരുപാട് കളക്ഷൻ ഉണ്ടായിരുന്നു, പല ഭാവത്തിൽ പല രൂപത്തിൽ എന്നൊക്കെ നമ്മൾ പറയില്ല, അതുപോലെ തന്നെയായിരുന്നു. പല കളറിലും പല ഡിസൈനിലും ഹെവി വർക്കായിട്ടുള്ളതും സിമ്പിൾ വർക്കായിട്ടുള്ളതും അങ്ങനത്തെ പേസ്റ്റൽ ഷെയ്ഡ്, നല്ല ബ്രൈറ്റ് ഷെയ്ഡ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു പേസ്റ്റൽ ഷെയ്ഡിലേക്കാണ് പിടിച്ചിട്ടുണ്ടായിരുന്നത്. പേസ്റ്റൽ ഷെയ്ഡ് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് സിമ്പിൾ വർക്ക് മതി എന്നാണ് ദേവ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമുക്ക് ഈ ഹെവി വർക്കിനോടൊന്നും വലിയ താല്പര്യമില്ലാത്ത കൂട്ടത്തിലാണ്. അപ്പോൾ സിമ്പിൾ വർക്കുള്ള എന്തെങ്കിലും മതി എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ അങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സാരികളാണ് അവർ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നത്. സത്യം പറഞ്ഞാൽ ഈ ഫാൻസി സാരി സെക്ഷനിലേക്കാണ് ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് പോവുകയാണ്. നമുക്ക് അതിനൊരു സിറ്റുവേഷൻ ഉണ്ട്, ഒരു ആവശ്യം വന്നിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ ചേച്ചീൻ്റെ വിരുന്നിന് നമ്മൾ സാരി എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നമുക്ക് വിരുന്നിന് സാരി ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് നമുക്ക് നോർമൽ ഒരു ചുരിദാറാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതായിരുന്നു അവൾ ഇട്ടിട്ടുണ്ടായിരുന്നത്. സോ നമ്മൾ അന്നും ഈ ഒരു സെക്ഷനിലേക്ക് പോയിട്ടില്ല. ഒരുപാട് സാരികൾ ആ ചേച്ചി എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേങ്കിൽ അതൊന്നും വീഡിയോയിൽ ആഡ് ചെയ്തിട്ടില്ല. ഇപ്പം ഞാൻ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഓർക്കുന്നത് അങ്ങനത്തെ പല മോഡൽസ് തന്നിട്ടുണ്ടായിരുന്നല്ലോ. എന്തോ അപ്പത്തെ മൈൻഡിൽ നിന്നൊക്കെ പറ്റുന്ന കുറേ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ കുറേയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും വീഡിയോ എടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം തന്നെ മറന്നു പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഡ്രസ്സ് എടുക്കുന്ന തിരക്കിലും പിന്നെ ആകെ ബിസിയായി അത് ഇത് അങ്ങനത്തെ കുറേ കാര്യം വന്നപ്പോഴേക്കും വീഡിയോ എടുക്കുന്ന കാര്യമേ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു ലാവൻഡർ ഷെയ്ഡാണ് ചേച്ചി എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈപ്പ് അതുപോലത്തെ പല മോഡലും തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ബേബി പിങ്ക് തന്നിട്ടുണ്ടായിരുന്നു, പിന്നെ ഒരു ബ്ലൂ കളറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള നോക്കിയിട്ടാണ് നമ്മൾ ഒരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ലാവൻഡർ ഷെയ്ഡിൽ അത് വേറൊരു ടൈപ്പ് സാരിയാണ്, ഈ കുഴഞ്ഞ ടൈപ്പ് സാരിയാണ്. അപ്പോൾ അങ്ങനത്തെ വേണ്ടാന്ന് പറഞ്ഞു. ഇതുപോലെ ഒരു നെറ്റ് ടൈപ്പ് വരുന്ന ടൈപ്പാണ് കേട്ടോ ഞങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സാരി നമ്മൾ വിരുന്നിനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് നമ്മൾ ബാക്കിയുള്ളവർക്ക് സാരി എടുക്കാനാണ് പോയിട്ടുണ്ടായിരുന്നത്. നമുക്ക് ദേവുവിൻ്റെ അവിടെ ഒരു 3 സാരീൻ്റെ ആവശ്യമുണ്ട് കേട്ടോ. ഒരു ചടങ്ങാണ്, ദേവുവിനെ വീട്ടിൽ നിന്ന് ഇറക്കി കൊണ്ടുവരുമ്പോൾ, അതായത് കല്യാണം കഴിച്ച് നമ്മൾ കൂട്ടിക്കൊണ്ട് വരുമ്പോൾ ദേവുവിൻ്റെ അമ്മയ്ക്ക് അച്ഛമ്മയ്ക്ക് അമ്മമ്മയ്ക്ക് അങ്ങനെയൊക്കെ സാരി കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാരികളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അമ്മയ്ക്കും നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൽ സാരി കുറേ ഏതൊക്കെയോ നോക്കുന്നുണ്ട്. എനിക്ക് പിന്നെ വലിയ ഐഡിയ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇങ്ങനെ നിന്നു. അപ്പോൾ ദേവുവിനെ വിളിച്ചിട്ടാണ് ദേവുവിൻ്റെ അമ്മയ്ക്ക് എങ്ങനത്തെ സാരിയാണ് വേണ്ടതെന്ന് നോക്കാൻ പറഞ്ഞത്. കാരണം നമ്മൾ എടുക്കുന്ന ഷെയ്ഡ് മേ ബി അമ്മേൻ്റെ കയ്യിൽ ഓൾറെഡി ഉള്ള മോഡൽ കളറൊക്കെ ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇല്ലാത്തത് ഏതെങ്കിലും നോക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവളൊരു ലൈറ്റ് ഷെയ്ഡ് മതി അമ്മയ്ക്ക് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഈ സാരി ഒരു വീഡിയോയിൽ കാണുന്ന പോലെയല്ല, ഒന്നുകൂടെ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ബോഡി ഒരു ഗ്രീൻ പോലത്തെ ലൈറ്റ് ഗ്രീൻ ആണ്, അതിൻ്റെ ബോർഡർ ഒരു മെറൂൺ കളറാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ അതെനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു, നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. എല്ലാവരും വട്ടം കൂടി സാരി തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള സാരി നോക്കാന്നുള്ള ഓപ്ഷൻ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊരു പർപ്പിൾ കളർ സാരിയാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടം. ഫുൾ ബോഡി ഒരേ കളർ അല്ലാതെ ബ്രൈഡിന് ഓക്കെയാണ്, അല്ലാതെ നോർമൽ നമ്മൾ ബാക്കിയുള്ളവർ ഉടുക്കുമ്പോൾ അതിൻ്റെ ബോഡിക്ക് വേറെ കളറ് ബോർഡറിന് വേറെ കളറ് അങ്ങനെ 2 കളർ വരുന്നതാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടം. ബ്ലൗസ് പീസ് വേറെ ഷെയ്ഡ് വരുന്നതാണ് ഇഷ്ടം. അപ്പോൾ അവിടുന്ന് കുറച്ച് സാരീസ് കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിയിട്ട് നേരെ നമ്മൾ കല്യാണ പയ്യനെ വിരുന്നിനുള്ള സാരി, ദേവുവിൻ്റെ സാരിൻ്റെ അതേ കളർ ഷർട്ട് എടുക്കാൻ വേണ്ടി തപ്പിത്തരലായിരുന്നു. പക്ഷേങ്കിൽ നമുക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഏകദേശം ഒരു ഷെയ്ഡ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു, പക്ഷേങ്കിൽ എക്സാക്ട് ഷെയ്ഡ് കിട്ടാത്തതുകൊണ്ട് പിന്നെ അത് വേണ്ടാന്ന് വെച്ചു. പിന്നെ നമ്മളൊരു ചൈനീസ് നെക്കൊക്കെയാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. എന്തായാലും വേറൊരു ഷോപ്പിലും കൂടെ നമ്മൾ പോകുന്നുണ്ട്. അപ്പോൾ അവിടെ കൂടെ ഒന്ന് പോയി നോക്കാമെന്നാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ടൈം ആയപ്പോഴേക്കും ഞാനൊക്കെ നല്ലപോലെ ക്ഷീണിച്ചു. ഒന്നാമതേ എനിക്ക് വൈറ്റമിൻ ഡി നല്ല കുറവാണ് കേട്ടോ. എനിക്ക് കുറച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടയേർഡാകും. ഞാൻ ഒരുമാതിരി ഒരു എനർജി കിട്ടാത്ത പോലെയാണ് കുറച്ച് കഴിഞ്ഞാൽ, അതേപോലെ ആയിട്ട്
വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ തപ്പിക്കൊണ്ടിരിക്കുന്നത് എനിക്കുള്ള ധാവണി സെറ്റാണ്. എനിക്ക് കല്യാണത്തിന് ഇടാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ ഇത് എനിക്ക് ആ ബ്ലൂ ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ ഒരു ബേബി പിങ്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നോർമലി എനിക്ക് പിങ്ക് ഷെയ്ഡിനോട് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളുടെ ദിയ കൃഷ്ണയുടെ കല്യാണം കഴിഞ്ഞില്ല, അതിൽ അവരെല്ലാവരും ഒരു പിങ്ക് ആയിരുന്നില്ലേ കോഡ്. അതിനുശേഷം എനിക്കൊരു ബേബി പിങ്കിനോട് ഭയങ്കര താല്പര്യമാണ് കേട്ടോ. അപ്പം അങ്ങനെ തപ്പി പക്ഷേങ്കിൽ ഞാൻ ഉദ്ദേശിച്ച സാധനം കിട്ടിയിട്ടില്ല. എല്ലാം ഒരു പഴയ മോഡലായതുകൊണ്ട് തന്നെ ഞാൻ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നില്ല. ദേവുവിന് വേണ്ട അത്യാവശ്യം എല്ലാ സാധനങ്ങളും നമുക്ക് ശോഭിക തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ബാക്കി കിട്ടാത്തവർക്ക് കസവ് കേന്ദ്രയിൽ പോയിട്ട് എടുക്കാമെന്നാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അന്ന് തന്നെ മഞ്ചേരിയിൽ പോയിട്ട് എടുക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ബില്ല് ചെയ്യാൻ താഴെ എത്തിയപ്പോഴാണ് നമുക്ക് റെൻ്റൽ ജ്വല്ലറീൻ്റെ ഒരു സെക്ഷൻ അവിടെ ഉണ്ടായിരുന്നു, അത് നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് വെഡ്ഡിങ് ഷോപ്പിംഗ് ചെയ്യുന്നവർക്ക് 1000 എന്തോ ഡിസ്കൗണ്ട് ഓഫർ ഉണ്ട് കേട്ടോ, അവിടെ നിന്ന് ജ്വല്ലറി റെൻ്റൽ എടുക്കുവാണെങ്കിൽ. അങ്ങനെ ജസ്റ്റ് അവിടെ നിന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ദേവുവിന് ഷോപ്പിക്കാൻ തന്നെയാണ് ഫുഡ് വെയറും വാങ്ങിയിട്ടുണ്ടായിരുന്നത്, കല്യാണത്തിൻ്റെ ഇടേണ്ടത്. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു മോഡൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതും കൂടെ വാങ്ങിയിട്ട് നമ്മൾ ബില്ല് ചെയ്തിട്ട് നേരെ മഞ്ചേരിക്ക് വിടാനാണ് പ്ലാൻ ചെയ്തത്. ഒട്ടും സമയം കളയാതെ നേരെ പോകാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ വെഡ്ഡിങ് ഷോപ്പിംഗ് ഏകദേശം ഒരു പകുതി സംഭവമായിട്ട് ഷോപ്പിംഗ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മളെ കല്യാണ ചെറുക്കനുള്ള ഐറ്റംസ് ഒന്നും അവിടെ നിന്ന് കിട്ടിയില്ല. അപ്പോൾ പെരുന്നാളും അങ്ങനത്തെ ഒക്കെ ആയതുകൊണ്ട് അടുത്ത കളക്ഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ദേവുവിനുള്ള കല്യാണ സാരി, റിസപ്ഷൻ അല്ല നമ്മൾ വിരുന്ന സാരി, പിന്നെ അതുപോലെ സെറ്റ് സാരി, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് അല്ലാത്ത കുറച്ച് സാരികളൊക്കെ നമ്മൾ വാങ്ങി. ഇനിയിപ്പോൾ ഫുഡ് കഴിച്ചിട്ട് പോകാമെന്നാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. മന്തി എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവിടെ അഡ്ലസ് ഉണ്ട് കേട്ടോ. അഡ്ലസിൽ കയറിയിട്ട് ദേവുവിന് ഡെയിലി വെയേഴ്സ് കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ എന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് നേരെ അഡ്ലസിലേക്കാണ് ഇവിടെ പോയിട്ടുണ്ടായിരുന്നത്. അഡ്ലസിലേക്ക് ചെന്ന അവിടെ തന്നെ ഫസ്റ്റ് നമ്മൾ സാരി സെക്ഷനാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. ഒരുപാട് വെറൈറ്റി കളക്ഷൻ ഉണ്ട് കേട്ടോ. എനിക്കാണ് ഈ ഗ്രീനും ഓറഞ്ചും ഭയങ്കര ഇഷ്ടപ്പെട്ടു. വന്നപ്പോൾ മുതൽ അത് ഞാൻ കൈ പിടിച്ച് നടക്കുകയായിരുന്നു കേട്ടോ. പക്ഷേങ്കിൽ വേറെ ആർക്കും അത് ഇഷ്ടപ്പെട്ടില്ല, എന്താണെന്ന് എനിക്കറിയില്ല. എനിക്കാണെങ്കിൽ ഈ കളറിനോട് ഭയങ്കര താല്പര്യമായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ വെഡ്ഡിങ് ഷോപ്പിംഗ് കഴിഞ്ഞിട്ടും 2-3 പ്രാവശ്യം ഇവിടെ അഡ്ലസിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ അപ്പോഴൊക്കെയാണ് ഈ സാരി തപ്പിയത്. പക്ഷേങ്കിൽ ആരോ എടുത്തുകൊണ്ട് പോയി തോന്നുന്നു, കാണാനുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ വീട്ടിലേക്കും കുറച്ച് സാരികളുടെ ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് തന്നെ അഡ്ലസിൽ സാരി സെക്ഷനിലേക്ക് നോക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷേങ്കിൽ 1-2 സാരി മാത്രമേ നമ്മൾ അഡ്ലസിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. വേറെ നമ്മൾ കുറച്ച് ഷോപ്പിങ്ങൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഓരോ തപ്പിത്തെരയിലാണ്. പണ്ടേ എനിക്ക് സാരീൻ്റെ കാര്യത്തിൽ വലിയ ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ചെന്നിട്ടും ഞാൻ സാരി കാര്യങ്ങളൊന്നും നോക്കാൻ പോയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ഐഡിയ ഉണ്ടായിരുന്നില്ല കേട്ടോ. ദേവുവിൻ്റെ വീട്ടിലേക്ക് കൊടുക്കേണ്ട സാരി നമ്മൾ ജസ്റ്റ് ഇവിടെ നിന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. ഏതാണ് അമ്മയ്ക്ക് അച്ഛമ്മയ്ക്കൊക്കെ കൊടുക്കേണ്ട സാരികൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്കൊക്കെ ഒരു ലൈറ്റ് കളർ ഷെയ്ഡുകളല്ലേ വേണ്ടത്. അപ്പോൾ അതിലേതാണ് വേണ്ടതെന്നൊക്കെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അമ്മയ്ക്ക് ഇതിലേതോ സാരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും അമ്മ നോക്കുമായിരുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ ചെന്ന് കയറിയപ്പോൾ മുതൽ ആ ഗ്രീനും ഓറഞ്ചുമാണ് ഭയങ്കര ഇഷ്ടമായി. പക്ഷെ ആർക്കും അത് ഇഷ്ടപ്പെട്ടില്ല. എന്താണെന്നറിയാം, നിങ്ങൾ കമൻറ്റ് ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ. എനിക്ക് ആകെ അവിടെ ഇഷ്ടപ്പെട്ട ആ ഒരു സാരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. എന്താണെന്നറിയില്ല, ആ കളറിനോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കും. ഇപ്പം ഗ്രീനിനോടൊക്കെ എന്തോ താല്പര്യമാണ്, ഓറഞ്ച് ഗ്രീന് അങ്ങനത്തെ ഷെയ്ഡിനോട്ടോ. ഡാർക്ക് ഗ്രീൻ അല്ല, ഇതുപോലത്തെ ലൈറ്റ് ഗ്രീനില്ലേ, തത്തമ്മ കളർ അങ്ങനെ എന്തൊക്കെയോ പറയുമല്ലോ, അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം ഈ ഒരു ബ്രൗൺ ഒരു ഓറഞ്ച് ഇല്ലേ, അത് അമ്മയ്ക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്ക് നമ്മൾ ആ ഒരു സാരിയാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മളിവിടെ സാരി നോക്കുമ്പോൾ കുട്ടും ദേവും കൂടെ പോയിട്ട് ദേവുവിന് വേണ്ട ഡ്രസ്സുകൾ കാര്യങ്ങളൊക്കെ അപ്പുറത്തുനിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവൾക്ക് വേണ്ടിയിട്ടുള്ള നൈറ്റ് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫ്രോക്ക് നൈറ്റീസും പിന്നെ 2 പീസ് സെറ്റ് ടീഷർട്ട് പാൻറ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനത്തെ ഡ്രസ്സുകളൊക്കെയാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ കല്യാണ പയ്യന് ഇതുവരെ ഡ്രസ്സ് കിട്ടിയിട്ടില്ല ഗൈസ്. അതാണ് ഇപ്പോൾ ആകെ ഒരു വിഷയമായത്. നമ്മൾ 2-3 ഷോപ്പിൽ കയറി, ഷോപ്പികയിൽ കയറി, മഹാറാണിയിൽ കയറി ഒക്കെ കയറിയിട്ട് ചെറുക്കന് കിട്ടിയിട്ടില്ല. അതിലിപ്പോൾ നമ്മൾ നേരെ മഞ്ചേരിയിലേക്കാണ് കേട്ടോ പോകണം. അവിടെ വേറെ ഏതെങ്കിലുമൊക്കെ ഷോപ്പ് ഉണ്ടെങ്കിൽ തപ്പിത്തറിന് എടുക്കണം എന്നാണ് പ്ലാന്. വെഡ്ഡിങ് ഡ്രസ്സ് കിട്ടിയില്ല, അത് കിട്ടിയിട്ടുള്ളതിന് ബാക്കി എല്ലാവർക്കുമുള്ള ഷോപ്പിംഗ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെയാണ് ഓരോ കല്യാണ പർച്ചേസ്. നല്ല വെയിലുണ്ട്, നല്ല ചൂടുണ്ട്. ഒരുപാട് ഷോപ്പിലൊക്കെ കയറി കിട്ടാത്തതുകൊണ്ട് തന്നെ നേരെ നമ്മൾ കസവ് കേന്ദ്രയിലേക്ക് പോകാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്, മഞ്ചേരിയിലുള്ളത്. അപ്പോൾ അവിടെ നിന്ന് കിട്ടുന്നതാണ് ഞങ്ങളെ പ്രതീക്ഷ. കാരണം പലവർക്കും എവിടെ നിന്നും കിട്ടാഞ്ഞിട്ട് കസവ് കേന്ദ്രയിൽ നിന്ന് കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നേരെ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഇതിന് മുന്നേ കുട്ടിയൊക്കെ പോയിട്ട് അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചേട്ടായിമാരൊക്കെ പോയിട്ട് അവിടെ നിന്ന് ഡ്രസ്സ് എവിടെയും കിട്ടാഞ്ഞിട്ട് അവിടെ പോയി എടുത്തിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ മഞ്ചേരിയിലുള്ള കസവ് കേന്ദ്രയിലാണ് എത്തിയിട്ടുള്ളത്. ആദ്യം തന്നെ കല്യാണപ്പയ്യനുള്ള
കുർത്തിയാണ് നോക്കുന്നത്. നമ്മൾ കല്യാണത്തിന് ഇടാൻ വേണ്ടിയിട്ടുള്ള കുർത്തിയാണ് നമ്മൾ തപ്പിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ നമ്മൾ പ്രതീക്ഷ പോലെ തന്നെ സാധനം നമുക്ക് കസവ് കേന്ദ്രയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. സിമ്പിൾ ആയിട്ടുള്ളത്, അതുപോലെ തന്നെ അത്യാവശ്യം എംബ്രോയിഡറി വർക്കുള്ള ടൈപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ എക്സ്പെക്റ്റ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നത് ഷോർട്ട് കുർത്തിയാണ്. അതായത് നമ്മളുടെ ഷർട്ടിൻ്റെ അത്ര ലെങ്ത്തുള്ള കുർത്തിയില്ലേ, അങ്ങനത്തതാണ്. പക്ഷേങ്കിൽ അവിടെ അങ്ങനത്തത് ഇല്ല എന്ന് പറഞ്ഞു. നമ്മൾ ഈ വെഡ്ഡിങ്ങിൻ്റെ സെറ്റിൽ അങ്ങനത്തെ ടൈപ്പില്ല, നോർമൽ കുർത്തിയാണുള്ളത്. അതായത് മുട്ടിൻ്റെ കുറച്ച് മേലെ കയറി കിടക്കുന്ന ടൈപ്പ് ഉണ്ടാവില്ലേ, അങ്ങനത്തതാണുള്ളത്. അല്ലെങ്കിൽ പിന്നെ ഷർട്ടാണുള്ളത് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഷർട്ട് ഇട്ട് നോക്കാമെന്ന് വിചാരിച്ചു. ഷർട്ട് ഇട്ടപ്പോൾ കുഴപ്പമില്ല, ഞങ്ങൾക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ നിന്ന് തന്നെ അവർ ജസ്റ്റ് ഒരു മുണ്ടും കൊടുത്തിട്ടുണ്ടായിരുന്നു ടോട്ടൽ എങ്ങനെയാണ് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഷർട്ട് ഒരു ക്രീം, ഒരു ഗോൾഡൻ അങ്ങനത്തെ ഒരു ടൈപ്പ് കളറായിരുന്നു. അതുകൊണ്ടൊരു ഭംഗിയില്ലാത്ത പോലെ തോന്നിയിട്ടോ. ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്ത് വരുന്നത് അങ്ങനെ അല്ലാത്തത് കൊണ്ട് തന്നെ അതെനിക്ക് അത്ര രസം ഉണ്ടായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ നേരെ കുർത്തിയാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. കുർത്തി ഇടുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ, നല്ല രസം തോന്നിയിട്ടുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഷോർട്ട് കുർത്തിയാണ് എക്സ്പെക്റ്റ് ചെയ്തതെങ്കിലും ഇതിട്ടപ്പോഴും അത്യാവശ്യം നല്ല ഭംഗിയായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലെങ്ത്ത് കൂടുതലാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് നീളം കുറയ്ക്കാമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുർത്തി ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ എനിക്ക് എടുക്കാനാണ് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. എനിക്ക് വെഡ്ഡിങ്ങിന് ഇടാൻ, അതുപോലെ തന്നെ അന്ന് ഈവനിങ് ഇടാൻ വേണ്ടിയിട്ടൊക്കെ മെറ്റീരിയലൊക്കെ മുറിച്ചിട്ടുണ്ടായിരുന്നു. ആക്ച്വലി അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല. ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് അതൊക്കെ കാണുന്നത് ശരിക്കും പറഞ്ഞാൽ. അപ്പം ഞാൻ വെഡ്ഡിങ്ങിന് ഇടാൻ വേണ്ടിയിട്ട് ധാവണിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഈവനിങ് ഇടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ മെറ്റീരിയൽ, എല്ലാത്തിനും മെറ്റീരിയലാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പോയിട്ട് സ്റ്റിച്ച് ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും വെഡ്ഡിങ്ങിൻ്റെ വീഡിയോ ഒക്കെ ഇടുമ്പോൾ ഞങ്ങളുടെ ഔട്ട്ഫിറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അങ്ങനെ എല്ലാം ദൈവത്തിന് വേണ്ട അത്യാവശ്യം എല്ലാ സാധനങ്ങളും നമ്മൾ അവിടുന്ന് പർച്ചേസ് ചെയ്തു. കല്യാണ പയ്യനുള്ള ഡ്രസ്സും നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബാക്കി എല്ലാവർക്കും എടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ആകെ എടുക്കാൻ അച്ഛനെടുക്കാനുണ്ടായിരുന്നു, സഞ്ജുവേട്ടൻ്റെ അനിയനെടുക്കാനുണ്ട്, സഞ്ജുവേട്ടനെ എടുക്കാനുണ്ട്. അപ്പോൾ അവരുടെ ഡ്രസ് കോഡാണെന്നൊക്കെ പറയുന്നു ചേട്ടായിമാരെല്ലാവരും കൂടെ. അതുകൊണ്ട് അവർക്ക് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ എന്തായാലും വെഡ്ഡിങ് വീഡിയോയിൽ കാണാം. ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ടാറ്റാ.